ഏകദേശം അടുത്തതിന് ശേഷം അത് ആ അഴിക്കുന്നതിന് ആ മുമ്പേ തന്നെ അടുത്ത ഹുക്ക് ആ അതിന്റെ മേളിലോട്ട് പിടിപ്പിക്കാം. അതായത് ഒരു ഹുക്ക് നമ്മൾ ഹുക്ക് ചെയ്തിട്ട് അത് അഴിക്കുന്നതിന് മുൻപ് തന്നെ മറ്റൊന്ന് ഹുക്ക് ചെയ്യുക. മറ്റൊന്ന് ഹുക്ക് ചെയ്തിട്ട് ഇത് അഴിച്ച് അടുത്ത സ്റ്റെപ്പിലേക്ക് മുകളിലേക്ക് ഹുക്ക് ചെയ്യുക അല്ലേ? ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എങ്ങനെയായാലും ഒരു പിടുത്തം എപ്പോഴും എല്ലായിടത്തും ഉണ്ട്, എപ്പോഴായാലും ഉണ്ടാവും. ഈ ഹെൽമെറ്റ് എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത്? അതിന്റെ ഉപയോഗം മേലെ നെട്ടോ അങ്ങനത്തെ കാര്യങ്ങളോ വീഴാണ്ടിരിക്കാനും പിന്നെ തല വേറെ എവിടെ ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ടവറിൽ കയറുന്ന സമയത്ത് നമ്മുടെ തല ആംഗ്ലെയറിലോ അല്ലെങ്കിൽ ലാഡറിന്റെ മറ്റു ഭാഗങ്ങളിലോ ഇരുമ്പ് ഭാഗങ്ങളിലോ എവിടെയും മുട്ടിക്കഴിഞ്ഞാൽ തലയ്ക്ക് ഡാമേജ് സംഭവിക്കാതിരിക്കാനും മുകളിൽ നിന്ന് വീഴുന്ന വസ്തുക്കൾ തലയിൽ വീണാൽ അപകടം ഉണ്ടാകാതിരിക്കാനുമാണ് നമ്മൾ ഈ ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പോ സപ്പോസ് നിങ്ങൾ ടവറിൽ നിന്ന് വീഴുകയാണെന്ന് കരുതുക. അപ്പോൾ അതിനകത്തിൽ നിങ്ങളെ എങ്ങനെ ഇത് നിങ്ങളെ രക്ഷിക്കുന്നു എന്ന് ജസ്റ്റ് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുമോ? വീഴണ്ട, ജസ്റ്റ് ഒന്ന് അതിന് തൂങ്ങിക്കിടക്കോ അങ്ങനെ എന്തെങ്കിലും കാണിക്കാമോ? കാണിക്കാൻ പറ്റുമെങ്കിൽ മാത്രം കാണിച്ചാൽ മതി. ഇപ്പൊ നിങ്ങൾ പിടിവിട്ടു പോയി എന്ന് കരുതുക. ഇപ്പോൾ അദ്ദേഹത്തിന്റെ നീളം കിട്ടുമോ? ഓ ഇല്ലല്ലോ, കുറച്ചും കൂടെ ഉയരം വേണം, കുറച്ചും കൂടെ ഉയരത്തില്. ഓക്കെ 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 ഇപ്പോൾ അദ്ദേഹത്തിന്റെ കാല് താഴെ മുട്ടുന്നില്ല. അദ്ദേഹം പൂർണ്ണമായും ആ സേഫ്റ്റി ബെൽറ്റിന്റെ ഹാങ് ആയി കിടക്കുകയാണ്. നമുക്ക് ടവറിന് മുകളിൽ വെച്ചൊരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ആള് കോൺഷ്യസ് അല്ലെങ്കിൽ കൂടെ ഈ രീതിയിൽ അവിടെ ഹാങ് ആയി കിടക്കുകയും മറ്റ് ആരെങ്കിലും സഹായത്തോടുകൂടി താഴെ ഇറങ്ങാൻ പറ്റും. ജീവന് ആപത്തുണ്ടാകുന്ന രീതിയിൽ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും അല്ലേ? ഓക്കെ സജിത്, താങ്ക്സ്.